കാപ്പ കേസിൽ യാതൊരുവിധ കരുണയോ ദാക്ഷിണ്യവും ഇല്ലാതെ കരുതൽ തടങ്കിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്ത കേവലം ഒരു കോടതി ഉത്തരവല്ല, മറിച്ച് തലസ്ഥാന നഗരസഭയിലെ ഭരണസമിതിക്കും ബി.ജെ.പി. നേതൃത്വത്തിനും നൽകുന്ന ആശ്വാസവും രാഷ്ട്രീയ മേൽക്കയും ചില്ലറയൊന്നുമല്ല. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ഭരണ പ്രതിസന്ധികളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മജിസ്ട്രേറ്റ് കോടതി വിധി കൃത്യമായ സമയത്ത് പുറത്തു വരുന്നത്. കോർപ്പറേഷന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു കൗൺസിലറുടെ പേരിൽ അരങ്ങേറിയത് സങ്കീർണവും അതിനാടകീയവുമായ രംഗങ്ങളായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അസാധുവാക്കപ്പെട്ട സവിശേഷമായ സാഹചര്യം നിലനിന്നിരുന്നു. ആ സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭരണഘടനാ വിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആറ്റുകാലമ്മയുടെയും അതുപോലെ ഇഷ്ടദൈവങ്ങളുടെയും അതുപോലെ ബലിദാനികളുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത് ഒടുവിൽ കോടതി അസാധുവാക്കപ്പെടുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്, അതായത് സുഗതന് വീണ്ടും കൗൺസിലറായി നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അനിവാര്യമായി വന്നു. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സുഗതന് താൽക്കാലികമായി ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ ഉത്തരവ് പ്രകാരം ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ജാമ്യ കാലയളവ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പ്രത്യേക അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതന്റെ ഭാഗത്തു നിന്ന് സമർപ്പിക്കപ്പെട്ട ഹർജി അതീവ ഗൗരവത്തോടെ പരിഗണിച്ചാണ് കോടതി ഈ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോടതിയുടെ മുന്നിലുള്ള 2 പ്രധാന ക്രിമിനൽ കേസുകളിലാണ് കൗൺസിലർക്ക് ഈ താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിനു മുമ്പ് ജൂലൈ 1 വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്ന സുഗതനെ കോടതി ജാമ്യാപേക്ഷയ്ക്കായി പരിഗണിച്ച ചരിത്രം കൂടിയുണ്ട്. അന്ന് അമ്പലപ്പറമ്പിൽ വെച്ചുണ്ടായ വലിയൊരു അടിപിടി കേസിലും CPM പ്രവർത്തനെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിലും പിന്നീട് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ പരസ്യമായി മർദ്ദിച്ചെന്ന കേസിന്റെയും പേരിലായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. അന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം വരെ സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും പിറ്റേ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും കോടതി അത് പൂർണ്ണമായി തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു ജനപ്രതിനിധിയുടെ നിയമപരമായ അവകാശമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ഹർജിയിൽ ഇപ്പോൾ കോടതി വിധി കൃത്യമായ അനുകൂല വിധിയായി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു താൽക്കാലിക ജാമ്യ വിധി പുറത്തു വന്നെങ്കിലും കൗൺസിലർക്ക് ജയിലിന്റെ പടവുകൾ ഇറങ്ങി പൂർണ്ണമായി പുറത്തെത്തുന്നതിനും കോർപ്പറേഷൻ ഹാളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും മുന്നിൽ ഇനിയും വലിയ നിയമപരമായ കടമ്പകൾ പാറ പോലെ ബാക്കി നിൽക്കുന്നുണ്ട്. ആർ സുഗതൻ നിലവിൽ കടുത്ത കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട കാപ്പ നിയമപ്രകാരമുള്ള തടങ്കൽ കേസിൽ പ്രതിയായതാണ് ഇതിന് പ്രധാന കാരണം. കാപ്പ കോടതി പുറപ്പെടുവിച്ച വിധി പ്രകാരം അടുത്ത 6 മാസത്തെ കാലത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സുഗതന് കടുത്ത നിയമവിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ അനുവദിച്ച 1 ദിവസത്തെ ഇടക്കാല ജാമ്യം കയ്യിലുണ്ടെങ്കിലും ഈ കാപ്പ ഉത്തരവിലെ വിലക്കുകൾ നീങ്ങാത്ത പക്ഷം ഇദ്ദേഹത്തിന് ജയിലിന് പുറത്തിറങ്ങാനോ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന കോർപ്പറേഷൻ ഹാളിലേക്ക് നേരിട്ടെത്താനോ സാധിക്കാത്ത സങ്കീർണമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ കാപ്പ ഉത്തരവിനെതിരെയുള്ള ഹർജിയിൽ കൂടി എത്രയും വേഗം അനുകൂല വിധി സമ്പാദിക്കാനുള്ള കടുത്ത നിയമ പോരാട്ടത്തിലാണ് ബി.ജെ.പി. നേതൃത്വവും അവരുടെ അഭിഭാഷക സംഘവും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. 2 കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ പ്രത്യേക അഡ്വൈസറി ബോർഡിലോ നിലനിൽക്കുന്ന കാപ്പ തടങ്കൽ ഉത്തരവിനെതിരെ അടിയന്തര പ്രാധാന്യത്തോടെ ബി.ജെ.പി. നിർണായകമായ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നും കാപ്പ തടങ്കൽ ഉത്തരവ് റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി സ്റ്റേ ചെയ്യപ്പെടുകയോ ചെയ്താൽ മാത്രമേ സുഗതൻ ഇനി ജയിലിൽ നിന്ന് പൂർണ്ണമായി പുറത്തിറങ്ങി കൗൺസിലർ പദവി ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായുള്ള ശക്തമായ നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ പാർട്ടി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന ബി.ജെ.പി. ഭരണസമിതിക്കും അതുപോലെ നേതൃത്വത്തിനും രാഷ്ട്രീയമായി വലിയൊരു ശ്വാസം വിടാൻ അവസരം നൽകുന്നതാണ് ഈ പുതിയ ജാമ്യ വാർത്ത എന്ന് പറയുന്നത്. കൗൺസിലറുടെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ തടങ്കലും നഗരസഭാ ഭരണത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും അതുപോലെ ഭരണപരമായ പ്രതിസന്ധികളുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ സുഗമമായ ഭരണനിർവഹണത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സാങ്കേതികവും നിയമപരവുമായ കാരണങ്ങളാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവായ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടി നിലവിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ട വലിയൊരു ആവശ്യകത കോർപ്പറേഷനിൽ ഉയർന്നു വന്നപ്പോൾ ഭൂരിപക്ഷ കൗൺസിലർമാരും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അസാധുവാക്കപ്പെട്ട 20 പേരിൽ 19 കൗൺസിലർമാരും ഇതിനകം തന്നെ വീണ്ടും നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് തങ്ങളുടെ പദവികൾ ഉറപ്പിച്ചും കഴിഞ്ഞു. എന്നാൽ ഈ 20 പേരിൽ അവശേഷിച്ച ഒരേ ഒരു കൗൺസിലറാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ എന്ന് പറയുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഒരു സ്വതന്ത്ര കൗൺസിലറുടെ നിർണായകമായ പിന്തുണയോടുകൂടിയാണ്. കേവല ഭൂരിപക്ഷത്തിന്റെ നേരിയ വ്യത്യാസങ്ങളിൽ ഭരണം നിലനിൽക്കുന്ന ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ
സുഗതൻ്റെ കൗൺസിലർ സീറ്റ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം വിലപ്പെട്ടതും നിർണായകവുമാണ്. സുഗതൻ്റെ സീറ്റ് നഷ്ടപ്പെടുകയോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയോ ചെയ്യുന്നത് ഭരണത്തിൻ്റെ സുസ്ഥിരതയെ ബാധിക്കുമെന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സത്യപ്പൊഞ്ഞ BJPക്ക് രാഷ്ട്രീയ അതിജീവനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അതിനാൽ തന്നെയാണ് ഹൈക്കോടതി സമീപിച്ച് കാപ്പ കേസിലെ തടസ്സങ്ങൾ അടിയന്തരമായി നീക്കാൻ BJP നേതൃത്വം അതീവ ജാഗ്രതയോടെ ശ്രമിക്കുന്നത്. കൗൺസിലർക്ക് നിയമപരമായി പുറത്തിറങ്ങാൻ കഴിയുന്നത് നഗരസഭയിലെ നിലവിലെ അനിശ്ചിതത്വങ്ങൾക്കും ഭരണ പ്രതിസന്ധികൾക്കും ശാശ്വതമായ പരിഹാരമാകുമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. ഇതിനെതിരെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രയോഗങ്ങളെയും ചില്ലുകൊട്ടാരം പോലെ തകർത്തെറിയാൻ തക്ക പ്രകരശേഷിയുള്ള മറുപടികളായിട്ടാണ് BJPയുടെ സൈബറിടങ്ങളും അണികളും കാത്തിരിക്കുന്നത്. മറുവശത്ത് രാഷ്ട്രീയ എതിരാളികളായ BJP കൗൺസിലർക്ക് അനുകൂലമായി ലഭിച്ച ഈ ഇടക്കാല ജാമ്യത്തിനെതിരെ മേൽക്കോടതിയിൽ ശക്തമായ അപ്പീൽ നൽകുന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ്റെയും ഭരണവിരുദ്ധ ചേരിയുടെയും സജീവ ആലോചനയിലുള്ളതും. പോലീസുകാരെ മർദ്ദിച്ചതും അടിപിടി കേസുകളിലും പ്രതിയായ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന വാദമുയർത്തി ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി പ്രോസിക്യൂഷൻ ഉടൻ തന്നെ രംഗത്തെത്താനും സാധ്യതകളുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായാൽ അതിനെ വളരെ ശക്തമായി തന്നെ കോടതിയിൽ നിയമപരമായി നേരിടാനാണ് BJP നേതൃത്വത്തിൻ്റെ ഉറച്ച തീരുമാനം. ഇതിനായി പ്രമുഖരായ ക്രിമിനൽ അഭിഭാഷകരുടെ സഹായം പാർട്ടി ഉറപ്പാക്കിയിട്ടുമുണ്ട്. കാപ്പ കേസിലും കൂടി വരും ദിവസങ്ങളിൽ അനുകൂല വിധി സമ്പാദിച്ച് സുഗതനെ പൂർണ്ണമായി പുറത്തിറക്കാൻ സാധിച്ചാൽ BJPക്ക് തിരുവനന്തപുരം നഗരസഭയിലുള്ള രാഷ്ട്രീയ മേൽക്കൈ വീണ്ടെടുക്കാനും വരാനിരിക്കുന്ന വലിയ ഭരണ പ്രതിസന്ധികൾ പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റും വലിയ സ്വാധീനം ചെലുത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കൗൺസിലറുടെ ഭാവിയും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയവും തലസ്ഥാന നഗരിയും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശബരിനാഥ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് സുഗതൻ കോർപ്പറേഷനിൽ വരുന്നത് കാണണം എന്നുള്ളതാണ്. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇവിടെ കയറില്ല എന്നാണ് കോൺഗ്രസും അതുപോലെ CPM പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ സുഗതൻ ജാമ്യം കിട്ടി വന്നാൽ പോലും അതൊരു വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കോടതി വിധികൾ അനുകൂലമായാൽ അത് നഗരസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ BJPക്ക് അനുകൂലമായി മാറ്റി എഴുതാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ ഉണ്ടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM കോൺഗ്രസും അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കാനും സാധ്യതകളുണ്ട്. എതിരാളികളുടെ ഭാഗത്തു നിന്ന് കെട്ടിച്ചമയ്ക്കപ്പെട്ട കേസുകളാണിതെന്നും ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും BJP സൈബർ അണികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ കേസുകളിൽ കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത ഇത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിരോധം തീർക്കുന്നത്. മുമ്പ് പല മാധ്യമങ്ങളിലും ചർച്ചകളിലും ഈ കേസ് ആഘോഷിച്ചെങ്കിലും കോടതികളിൽ നിയമപരമായ വാദങ്ങൾ വരുമ്പോൾ പോലീസിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഈ കേസിൻ്റെ പേരിൽ സുഗതനെ ഇനിയും എത്ര കാലം മാറ്റി നിർത്താൻ കഴിയുമെന്ന ചോദ്യം അണികൾക്കിടയിലും ശക്തമാണ്. ഭരണകൂടത്തിൻ്റെ ദുർവിനിയോഗത്തിലൂടെ കൗൺസിലറെ പൂട്ടാൻ നോക്കിയ നീക്കങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുമെന്നാണ് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. കാപ്പ കേസിൽ കൂടി അനുകൂലമായി വിടുതൽ നേടാനായാൽ സുഗതൻ്റെ ശക്തമായ ഒരു തിരിച്ചുവരവിനായിരിക്കും തലസ്ഥാന നഗരിൽ സാക്ഷ്യം വഹിക്കുക. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അപ്പീൽ നീക്കങ്ങളെയും മറ്റ് തടസ്സങ്ങളെയും പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സുഗതനെ നഗരസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഭരണപക്ഷത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അണികളുടെയും സോഷ്യൽ മീഡിയ ഇടങ്ങളിലെ സൈബർ പോരാളികളുടെയും വലിയ മുറവിളി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് വലിയൊരു രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുക കൂടിയാണ്. നിയമ പോരാട്ടത്തിൽ വിജയം വരിച്ച് സുഗതൻ തിരികെ വരുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ തങ്ങളുടെ കരുത്ത് BJPക്ക് ഒരിക്കൽ കൂടി തെളിയിക്കാനാകുമെന്നാണ് BJP പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ സുഗതനെ കൗൺസിലറിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് ശബരിനാഥനും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മേയർ VV രാജേഷ് പറയുന്നത് ജാമ്യം കിട്ടിയാൽ സുഗതൻ കൗൺസിലറായി വരികയും ചെയ്യും, സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമെന്നാണ്. നമുക്ക് കാണാനിരിക്കുന്നതും ഇനി അതാണ്. എന്താണ് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്.